ഒരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ചിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെ അടച്ചിടാം. അന്നാ പെസഹ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യ കിരീടമണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിനെ കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവം അങ്ങയെ സ്തുതിക്കുന്നു. ദൈവജനനിയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ഈ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരച്ചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താമവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയോരിസ്രായേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ആദനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം
പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലതു കരം നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവരെ നയിച്ചു. ഇത് കേട്ട ജനങ്ങൾ ഭയന്ന് വിറച്ചു. ഫിലിസ്തീയർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ, കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നത് വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ വലതു കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങ് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവീൻ. സ്ലീഹന്മാരുടെ പ്രവർത്തനം നിന്നുള്ള വായന. ഒരു ആശ്രവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സ്ലീഹന്മാർ ഈശോയോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത് ഈ കാലത്താണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ജെറുസലേമിലും യൂദാ മുഴുവനിലും സമറിയയിലും ഭൂമിയുടെ അതിർത്തിയോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. ഇവ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ സംഭവിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടികളിൽ നിന്ന് മറച്ചു. അവൻ പോകുമ്പോൾ ആകാശത്തേക്ക് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, അല്ലയോ ഗലീലരേ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ട പോലെ തന്നെ തിരിച്ചു വരും. അവർ ഒലിവുകളുടേതെന്ന് വിളിക്കപ്പെടുന്ന മലയിൽ നിന്നും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് ജെറുസലേമിനടുത്ത് ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരത്താണ്. അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമ,
ബർത്തലോമിയ, മത്തായി, അൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും ഈശോയുടെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിന്നിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലുമൂഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ലേഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ശ്രദ്ധിക്കണമേ. മിശിഹ അതിനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ ഉൾക്കൊണ്ട പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഭിന്നിപ്പുകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരിൽ നിന്ന് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ മിശിഹായല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. മധുരഭാഷണവും മുഖസ്തുതിയും വഴി അവർ സരളചിത്തരുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു.
നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിൽ തകർത്തു കളയും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനും സുസിപാത്തറും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. ഈ ലേഖത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിൽ നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗാദിയൂസ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും ഈശോ മിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. കാലാകാലം നിഗൂഢമായ രഹസ്യം പ്രവാചക ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയിക്കപ്പെട്ടിരിക്കുന്നതൊക്കെയാണ്. സർവജ്ഞനായ ഏകദൈവത്തിന് ഈശോ മിശിഹ വഴി എന്നേക്കും മഹത്വം. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗാരോപിത മാതാവിൻ തിരുനാളിൽ ഗീതം പാടി വണങ്ങാം. മറിയത്തിൻ തിരുഗാത്രം പിന്നിൽ നാഥനുയർത്തി കാരുണ്യത്താൽ. പാരിടമാകെ അവളുടെ വിജയം ഘോഷിക്കുന്നു. ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലിയയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നു തരവും.
എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. മനുഷ്യരായിട്ട് ആ കൂടെ പരിശുദ്ധ അമ്മ മാത്രമേ മുകളിലേക്ക് പോയുള്ളൂ. എപ്പോഴും ഉള്ളൊരു സംശയമാണ്, അതോ അങ്ങോട്ട് പോയോ? കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ചിലപ്പോഴിങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും ഒരു തത്വചിന്തകനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്നാ പറഞ്ഞത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, യുവത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിൽ വരുന്നത് ഇങ്ങനെയുള്ള കുരുട്ട് ചോദ്യങ്ങൾ. എന്തുകൊണ്ട് എടുക്കപ്പെട്ടു എന്നുള്ളത് നമ്മളാരും ചോദിക്കത്തില്ല. എടുത്തോ ഇല്ലയോ നമ്മുടെയൊക്കെ ചോദ്യം വരുന്ന. വിശ്വാസത്തിന് അങ്ങനെയാണെങ്കിൽ അർത്ഥം ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ അവസാനം വരുന്നത്. ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും ദൈവം എന്ന് പറയുന്നത് വളരെ കട്ട്പീരാ, മാതാവെന്ന് പറയുന്നത് ചുമ്മാ ഒരു നമ്മളെന്നാ പറയുന്നത്, വിശുദ്ധരെന്നൊക്കെ പറയുന്നത് ചുമ്മാ വേറെ കേസ് കിട്ടുന്നില്ല. അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാനായിട്ടും അച്ഛന്മാർക്ക് പറ്റിക്കാനായിട്ടും സഭ എന്ന് പറയുന്നത് കെട്ടിപ്പിടിച്ച് നിർത്താനായിട്ടും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് മാത്രം മതി എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അത് വേറൊരു സമയത്തല്ല കേട്ടോ. എന്ന് വെച്ചാൽ സഭയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത്, തത്വശാസ്ത്രത്തിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് തരുന്നേ നേരാവണ്ണം ചിന്തിക്കാനായിട്ടൊരു മനുഷ്യന് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും വർഷം കുർബാനയൊക്കെ ചൊല്ലുന്ന സമയത്തും ഒരു ദിവസം പോലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മാറ്റി നിർത്തിയിട്ട് പോകാനുള്ള താല്പര്യമില്ല. വിശുദ്ധ കുർബാനയോടോ കുദാസുകളോട് താല്പര്യം മാറ്റി നിർത്താനുള്ള താല്പര്യവും ഇല്ല. അതുപോലെ തന്നെ സഭയോട് ചേർന്ന് ജീവിക്കാൻ താല്പര്യം. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഈ സഭ ഇത്രയും വർഷം നിലനിൽക്കുന്നുണ്ട്. നിലനിൽപ്പിന് തന്നെ പലപ്പോഴും ചലഞ്ചായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും ഒരു സംസ്ഥാനത്ത് തന്നെ 3 മുഖ്യമന്ത്രിമാരൊക്കെ വരുമോ എനിക്കറിയത്തില്ല. ചിലപ്പം മഹാരാഷ്ട്രയിൽ, ഇപ്പം ഞാൻ അവിടെ ആയിരുന്നു, മഹാരാഷ്ട്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 മുഖ്യമന്ത്രിമാരാണോ 3 മുഖ്യമന്ത്രിയാണോ അറിയത്തില്ല. കാരണം ആരാണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പരിശുദ്ധ അമ്മയും ഈശോയും ഈ ലോകത്തിൽ ജീവിച്ച 2 മനുഷ്യരില്ല. അവര് സ്വർഗത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് സ്വർഗീയത എന്തെന്ന് മനുഷ്യന് പകർന്നു തന്നവരാ. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് അമ്മ എടുക്കപ്പെടുകയായിരുന്നു, ഈശോ ആരോഹണം ചെയ്യപ്പെടുകയായിരുന്നു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈശോ പൂർണ്ണ ദൈവവും മനുഷ്യനുമായിരുന്നു. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയായിരുന്നു. ആ അമ്മ ആയതുകൊണ്ടല്ല അവൾ എടുക്കപ്പെട്ടത്, അതിനേക്കാൾ ഉപരി അവള് സ്വർഗമായി ജീവിക്കാൻ ശ്രമിച്ചവളാണ്. അതുകൊണ്ട് അവള് ഈ ഭൂമിയിൽ അവളുടെ ചിരകാല ജീവിതം എന്ന് പറയാൻ പറ്റത്തില്ല, ഇടക്കാല ജീവിതം കഴിഞ്ഞിട്ട് അവളുടെ ചിരകാലം, നമുക്കുള്ള പ്രതീക്ഷ അത് തന്നെയാണ്. ഈ ഉള്ള ഇടക്കാലം കഴിഞ്ഞിട്ട് ചിരകാലമായിട്ട് നമുക്കുള്ള സ്വർഗീയ അനുഭവത്തിലേക്ക് പങ്കുചേരാൻ പോവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു അമ്മ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളായിട്ടുള്ള നമുക്കും പോകാനായിട്ടൊരു അവകാശവും ഇല്ലേ, ഇല്ലെങ്കിൽ വഴിയില്ലേ? സാധാരണ അമ്മമാരുടെയും അപ്പന്മാരുടെയും ജീവിതം കണ്ടിട്ട് മക്കൾ പഠിക്കുന്നത്. ആ വഴിക്ക് പോയില്ലെങ്കിൽ ഏത് പയ്യന്റെ, ഏത് ചെറുക്കന്റെ, ഏത് കൂട്ടുകാരുടെ പുറകെ പോയെന്ന് അന്വേഷിച്ചാൽ ഈ പയ്യൻ സ്വർഗത്തിലെത്തുവോ അതോ പെരുവഴിയിലെത്തുവോ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും. പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിന് അവകാശിയാക്കി തീർത്ത എന്ത് കാരണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അടിവരായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. പക്ഷെ ഒരു ദിവസം മുട്ട പൊട്ടി കുഞ്ഞുണ്ടാകുന്നത് പോലെ ഒരു കോഴിക്കുഞ്ഞുണ്ടാകുന്നതിലും ഉണ്ടായൊന്നുമല്ല. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥനാ ജീവിതം, അവളുടെ വിശ്വാസം എന്ന് പറഞ്ഞാല് അവള് ജീവിതമാക്കി മാറ്റിയവളാ. അതിന് അവളെ എന്താണ് ശരിക്കും അങ്ങനെ രൂപപ്പെടുത്തിയത്? പരിശുദ്ധ അമ്മയില് ഈ പ്രാർത്ഥനയ്ക്കും വിശ്വാസ ജീവിതത്തിനുമായിട്ട് അവളെ ഒരുക്കി തീർത്ത 3 കാര്യങ്ങളാ ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുഖം മൂടി ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ എത്ര നാള് കണ്ടുകൊണ്ടിരുന്നതാ മുഖം. പക്ഷെ ഇന്ന് മനുഷ്യന്റെ മുഖം കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. എങ്കിലും ഇത് നമ്മൾ വെച്ചിരിക്കുന്നത്, ഈ മാസ്ക് വെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് വെക്കുമ്പോഴത്തേക്കും PPE കിറ്റ് അണിയുമ്പോഴത്തേക്കും അതെല്ലാം നമ്മൾ ചെയ്യുന്നതിന്റെ വിവേകത്തിന് വേണ്ടി, ഒരു പൊതുവിവേകം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ മാത്രമല്ല, നമുക്കുള്ള ഒരു ഉപദ്രവം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനും വേണ്ട. 2 കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ എപ്പോഴും ആരെങ്കിലും ഒരിക്കലും മാസ്ക് വെച്ച് സംസാരിക്കുമ്പോൾ രണ്ടാമത് എന്നാ കേട്ടില്ല, ചില സമയത്ത് നല്ലതാ. പരിശുദ്ധ അമ്മ വിവേകത്തോടു കൂടി ജീവിക്കാൻ എങ്ങനെയാണെന്നുള്ള നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പരിശുദ്ധ അമ്മയുടെ ഗുണം എന്ന് പറഞ്ഞാൽ വിവേകത്തോട് ജീവിച്ചോളാം. ഏറ്റവും വിവേകമതിയായിട്ടുള്ള സ്ത്രീയാണ് ഏറ്റവും വിശുദ്ധയായിട്ടുള്ള സ്ത്രീ ആയിട്ട് വരുന്നത്.
വിവേകശൂന്യരായിട്ടുള്ള മനുഷ്യര് ഏറ്റവും നാശം വിതയ്ക്കുന്നവരാണ്. വിവരമില്ലാത്തത് കൊണ്ടല്ല, വിവരം കൂടുതലുണ്ടാവും. പക്ഷെ വിവേകം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കാണുന്ന ഒരു അടയാളം ഏത് സമയത്ത് എന്ത് എവിടെ ചെയ്യണം. ഇത് മൂന്നിനും ഒരു ചേർച്ച വേണം, ഒരു പ്രൊപ്പോർഷൻ വേണം. ചായക്ക് നമ്മൾ ചായപ്പൊടി മാത്രമല്ല ഇടുന്നത്, അതിനോട് ഒന്നെങ്കിൽ വെള്ളവും ചേർക്കും അല്ലെങ്കിൽ പാലും ചേർക്കും. അത് പാൽ ചായ വേണമെങ്കിൽ പാലെടുക്കും, ഇല്ലെങ്കിൽ കട്ടൻ ചായ വേണമെങ്കിൽ വെള്ളം ചേർക്കും. വെറുതെ എടുത്തിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് തന്നെ പറ്റും, ചട്ടി കരിയാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒന്നിച്ച് എവിടെ എപ്പോൾ എങ്ങനെ ഇത് മൂന്നും ഒരുമിച്ച് ചേരുമ്പോഴത്തേക്ക് വിവേകത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞു നടക്കാനേ വിവരം ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധ അമ്മ ഇന്ന് ഈ സുവിശേഷ ഭാഗത്തിൽ കാണിച്ചു തന്നത് വിവേകമാണ്. വിവേകമുള്ളിടത്ത് കരുതലുണ്ട്, കരുതലുള്ളിടത്താണ് സ്നേഹമുള്ളത്. ഒരു കുറവും ഉണ്ടാകത്തില്ല അവിടെ. ഏത് മനുഷ്യന് കുറവുണ്ടോ അവിടെ ഞാനുണ്ടെന്നുള്ളത് തോന്നല. ആർക്കെന്തെങ്കിലും ഉണ്ടോ അവിടെ ഞാൻ എന്നുള്ള തോന്നല്, അത് സ്വാർത്ഥതയുടെ അടയാളമാണ്, പരിശുദ്ധ അമ്മയുടെ നേരെ എഗൻസ്റ്റ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒന്നാമതായിട്ട് അവൾക്ക് വേണ്ടിയിട്ടല്ല അവൾ ആഗ്രഹിച്ച് ജീവിച്ചത്. അവൾ ആഗ്രഹിച്ച് ജീവിച്ചത് സ്വർഗത്തിലെ പിതാവിന്റെ ഹിതം എന്ന് വെച്ചാല് പിതാവിന്റെ ഒരൊറ്റ മകൻ പോലും വിഷമിച്ച് നടക്കാൻ പാടില്ല, ഒരു മകൾക്ക് പോലും ഒരു കുറവുണ്ടാകാൻ പാടില്ല. അവൾ അത് ഏറ്റെടുത്തത് എപ്പോഴാ, അവൾക്ക് മനസ്സിലായത് എപ്പോഴാ, അവൾക്ക് ആ ദൈവപുത്രൻ ജനിക്കുന്ന നിമിഷമാണ്. ആ നിമിഷം വരെ പരിശുദ്ധ അമ്മ അനുഭവിച്ച ആ ഒരു ജീവിതത്തിന്റെ ഒരു ത്യാഗം എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം തെരുവുകളിലേക്ക് ഇറങ്ങണം. ആരാന്നറിയാതെ, അപ്പൻ ആരാന്നറിയാതെ ഉദരത്തിൽ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നവർ ഒരു വിവാഹാലോചന വരുവാന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും എന്തുമായിക്കോട്ടെ ഒരു തെറ്റുപറ്റിപ്പോയത്, പരിശുദ്ധമയെ പോലെ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായിരിക്കാനായിട്ട് നമുക്കറിയത്തില്ല. ദൈവം തിരഞ്ഞെടുത്താലും നല്ല കാര്യം ആരെങ്കിലും കേട്ടോ, നമുക്കറിയത്തില്ല ഇപ്പോൾ ആയിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് ഒരു പെൺകൊച്ചിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവളുടെ സ്ഥാനം എന്താ? നമ്മളെല്ലാവരും വിധിക്കുന്നത് അവളുടെ ഗർഭത്തെയും അവളെ, പക്ഷെ അവളുടെ മനസ്സിന്റെ അകത്ത് എന്താന്നുള്ളത് നമ്മളാരും ചിന്തിക്കാറില്ല. ഞാൻ കൗൺസിലിംഗ് നടത്തുന്നതാണ്. കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഈ വേശ്യകളായിട്ട് ജീവിക്കുന്നവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ഗുണ്ടകളായിട്ട് പോകുന്നവരെ, ഇവരുടെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമം എന്നാണെന്നറിയാമോ? പൊതുസമൂഹം ഇവരുടെ ഉള്ളിലെ ആഗ്രഹം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ പോകുമ്പോഴും പലപ്പോഴും സഭയിലുള്ളവരും പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോയാലേ പണി മേടിക്കും. ഇന്ന് വരെ പണി കിട്ടിയിട്ടില്ല. നമ്മൾ അവരെ ചേർന്ന് നിർത്തുമ്പോഴുണ്ടല്ലോ നമുക്ക് അവരുടെ ഞാൻ ഉണ്ട് എന്ന് പറയാൻ തോന്നുന്ന നിമിഷം മറ്റുള്ളവരുടെ മുഖം നോക്കിയിട്ടല്ല ഇവരുടെ ഉള്ളിൽ നോക്കിയിട്ടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉള്ളത് നോക്കിയിട്ട് ചേർന്ന് നിൽക്കും. സ്വാർത്ഥത മനുഷ്യനെ അകറ്റും. ഇന്ന് കുടുംബങ്ങളിൽ ഒന്നാമതായിട്ട് വിഘടനം നടക്കുന്നത് സ്വാർത്ഥതയാണ്. അവൻ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തോടോ ഒരു സമൂഹത്തോടോ ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഗ്രഹം. സഭ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്, എന്റെ സ്ഥാപനം എനിക്ക് എന്ത് തന്നിട്ടുണ്ട്, ശമ്പളം തരുന്ന ഞാൻ പണി ചെയ്യും എന്ന് പറയുന്നൊരു രീതി ഇന്ന് എല്ലായിടത്തും ആയിപ്പോയി. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ ഗുണം, ഏറ്റവും വിവേകമതിയായിട്ട് ജീവിച്ച സ്ത്രീ ആ അമ്മ നമുക്കുള്ളപ്പോഴത്തേക്കും അമ്മയെ കണ്ടുപഠിക്കുക, വിവേകത്തോടു കൂടി ജീവിക്കാനായിട്ട്. രണ്ടാമതായിട്ട് ഏറ്റവും അധികം അമ്മയിൽ നിലനിന്നത്, ഒരിക്കലും അമ്മ കുടുംബം വിട്ട് പുറത്തു പോയിട്ടില്ല. കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ വീട്ടില് നമ്മളെ പഠിപ്പിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ പറയും, പരിശുദ്ധ അമ്മയുള്ളത് കൊണ്ടാണ് ഈശോ രക്ഷകനായി മാറിയത്. ദൈവത്തിന്റെ ഹിതമുണ്ടെന്നുണ്ടെങ്കിലും മനുഷ്യനായിട്ട് എല്ലാ കുറവുകളോടും കൂടി, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജനിച്ച ഒരു വ്യക്തിക്ക്, സാധാരണ മനുഷ്യന്റെ എല്ലാ ബലഹീനതകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഈശോ. അതിനെ അതിജീവിച്ചത് എങ്ങനെ? അമ്മ കാണിച്ചു കൊടുത്ത സ്നേഹിക്കാൻ പഠിപ്പിച്ച പാഠങ്ങളാ, പങ്കുവെക്കാൻ പഠിപ്പിച്ച പാഠങ്ങളാ. അതിലൊക്കെ ഏറ്റവും ഉപരി കഠിനാധ്വാനം ചെയ്യാൻ പഠിപ്പിച്ച ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും ഒരാള് അപ്പനോ അമ്മയോ കഠിനാധ്വാനത്തിന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മക്കളിൽ കാണും. കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് സ്കൂളുകളാണ് കൂടുതലും. അപ്പോൾ സ്കൂളുകളിൽ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കളിക്കാൻ പോകുന്ന പിള്ളേരുടെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ടീം, അവരെ നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും, ഒരു ഗ്രൂപ്പ് ഗെയിം കളിപ്പിക്കാനായിട്ട്. ഇനി അതും അല്ലെങ്കിൽ സമൂഹത്തിൽ പല രീതിയിലുള്ള ജോലി ചെയ്യുന്ന കോർപ്പറേറ്റിലുള്ള ആൾക്കാർ, അവരെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാണെന്നറിയോ? വേറൊന്നിനെ പറ്റി, ഒരാളെ പറ്റി വിട്ടേരടേ, ക്ഷമിക്കടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പറഞ്ഞിട്ടാ, തനിക്കെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ കിടന്ന് വേളം വയ്ക്കുന്നത്? ഞങ്ങളുടെ കഷ്ടപ്പാട് ആരറിയുന്നു? എൻ്റെ കഷ്ടപ്പാട് അറിയാനായിട്ട് നമുക്കൊരു കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു യൂണിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് എതിർക്കുക. എന്ത് വന്നാലും ശരിക്കും പറഞ്ഞാൽ ഒരു പുരോഗതിക്ക് നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ഫാക്ടറികളൊന്നും വരത്തില്ല. അതിന്റെ കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പലപ്പോഴും ചിന്താഗതി പോകുന്നത് നമുക്ക് എന്ത് കിട്ടും, എനിക്ക് തന്നിട്ടില്ലാത്തതിന്റെ പേരിൽ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിലുണ്ടല്ലോ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കുറച്ച് കാണിക്കും നമ്മളെ തന്നെ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണമായിട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ് ഡ്രൈവറിന്റെ KSRTC ബസ് ഡ്രൈവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പുള്ളിയെ പറ്റി ഒരു വ്യക്തി പറഞ്ഞു കേട്ടു. കോഴിക്കോട് ഡിപ്പോയിലുള്ള ആൾ. പുള്ളിക്കാരൻ നമ്മുടെ ഒരു കത്തോലിക്കനാണ്. അവിടെ മാങ്കാവ് എന്ന് പറഞ്ഞ ഇടവകയില് ഞാൻ അവിടെ തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന സഹായിക്കാൻ പോയതാണ്. ഇപ്പോൾ ഈ അച്ചായന് ഇത്രയും വർഷങ്ങളുണ്ടായിരുന്നു. ഈ കോവിഡിന്റെ സമയത്താണ് അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആകുന്നത്.
നമുക്കറിയാം വണ്ടിയൊന്നും ഓടാത്തില്ല സമയത്ത് എങ്കിലും ഇവരെല്ലാ ദിവസവും എന്തെങ്കിലും നോക്കിയിരിക്കണം, ഏതെങ്കിലും വണ്ടി പോകണം, ഞാൻ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരൊറ്റ ഒരു വാക്കാണ്, കാരണം അതിനകത്ത് എല്ലാം ഉണ്ട്. ആർക്കെന്ത് വേണോ സമൂഹത്തില് ജോർജ് ചേട്ടനടിക്ക് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെങ്കിലും പോകാനുണ്ടോ, ബെസ്റ്റ് ഡ്രൈവറാ, എവിടെ എത്തിച്ചു തരാം സുരക്ഷിതമായിട്ട്. മൂന്നാമത്തെ കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് ജോർജ് ചേട്ടൻ നടത്തി തരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പനായിട്ടോ അമ്മയായിട്ടോ മകനായിട്ടോ മകളായിട്ടോ അല്ല, ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കഠിനാധ്വാനം എന്താ വെച്ചാൽ അറിയുന്ന പണി ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിയുന്ന പണിയുടെ ഒരു അംശം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാന്ന് പറയും. കാരണം പൂർണ്ണമായിട്ട് കൊടുക്കാത്തതിനെ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അതിന് പറയുന്ന പേരാ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതത്തിന്റെ വ്യയമാണ്. അവിടെയാണ് മറ്റുള്ളവർ നമ്മുടേതാകുന്നത്. പരിശുദ്ധ അമ്മ നേടിയെടുത്ത ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ, ഒരു തിരുക്കുടുംബമാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് അവള് പരസ്പരം ചെയ്യാനായിട്ട് പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും മുഴുവനായിട്ട് കൊടുക്കാനായിട്ട് ഒരിറ്റു പോലും മാറ്റി വെക്കാതെ, അതിന് പറയുന്നതാ കുടുംബത്തിലെ സ്നേഹം. നമ്മളതിനെ കഠിനാധ്വാനം എന്ന് വിചാരിക്കും, പക്ഷെ കഠിനാധ്വാനം ഇല്ല, അധ്വാനമില്ല. ഒരു കുടുംബത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരു സമൂഹത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് പലപ്പോഴും സ്നേഹം മാത്രം മാറിയിട്ട് വിലയായിട്ട് മാറിയിരിക്കുക. അവൾ ചെയ്തതിന്റെ വില പറച്ചില്ല, കണക്ക് പറച്ചില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം കഠിനാധ്വാനം അല്ലെങ്കിൽ സ്നേഹിച്ച് ജീവിക്കാനുള്ള വഴിയാണ്. മൂന്നാമതായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണെങ്കിൽ, പരിശുദ്ധ അമ്മ ഒരിക്കലും ആരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല. എവിടെ പരിശുദ്ധ അമ്മയ്ക്ക് അവള് സ്വയം ഒറ്റപ്പെടുത്തുന്നു തോന്നിയോ അവിടെ അവള് ഈശോയെ തേടി വന്നിരുന്നു. അവനെ പറ്റി പലതും പറഞ്ഞു കേട്ടു. വട്ടായിട്ട് അവൻ നടക്കും, അവന് ഭ്രാന്ത, പിടിച്ചോണ്ട് പോവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് വരുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരിക്കുമ്പോഴത്തേക്കും ഈശോ അടുത്ത് പറയുകയാണ്, എൻ്റെ അമ്മയും സഹോദരങ്ങളും ആരാ? അവൻ ജീവിച്ച് കേട്ടതും അനുഭവിച്ചതും കൊണ്ടതുമായിട്ടുള്ള അവൻ്റെ കാര്യങ്ങൾ അവൻ പറഞ്ഞു കൊടുത്തത്. ദൈവത്തിന്റെ ഹിതം എന്ന് വെച്ചാൽ എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞു, എവിടെ മനുഷ്യർക്ക് ആവശ്യമുണ്ട് അവിടെ ചേർന്ന് നിൽക്കുന്നവരും അവരുടെ കുറവുകളിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓർക്കുന്നവനാണ്. ഈ പരിശുദ്ധ അമ്മയാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു കുടുംബം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? വിശ്വാസത്തിന്റെ പേരിലാകട്ടെ, സാമ്പത്തികതയുടെ പേരിലാകട്ടെ, എന്തുവാകട്ടെ, അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ ചേർത്ത് നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടെങ്കിലേ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടും ആ ദൈവത്തിന്റെ ചൈതന്യം സ്വീകരിക്കാനായിട്ടും എനിക്ക് പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറും ഒരു അപ്പമാണ് നമ്മൾ വായിൽ സ്വീകരിക്കുന്നത്. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും അത് പറഞ്ഞേക്കില്ലേ? കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യോഗ്യതയോടുകൂടി ഈ അപ്പം ഭക്ഷിക്കാത്തവൻ. ആ യോഗ്യത എന്താ? എന്റെ കുടുംബത്തിലെ സ്നേഹം, കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച സമയം, അത് കഴിഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് വരുമ്പോഴത്തേക്കും ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച സമയം, ദൈവം അനുഗ്രഹിച്ച് ഫലങ്ങളായിട്ട് സമൂഹം അറിയേണ്ട എന്റെ സമയവും ജീവിതം, ഇതൊക്കെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് കുർബാന കാണാൻ 1 മണിക്കോ 10 മണിക്കൂറോ കുർബാന കണ്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കുമ്പസാരിക്കുമ്പോഴൊക്കെ, കർത്താവേ, യഥാർത്ഥ പശ്ചാത്തലത്തോടുകൂടി യഥാർത്ഥ ദൈവികതയുടെ മൂല്യം എന്തെന്ന് തിരിച്ചറിയാനായിട്ട്, നന്മ എന്തെന്ന് തിരിച്ചറിയാനായിട്ട് എനിക്കൊരു കൃപയും ധൈര്യവും തരണം എന്നുള്ളത്. പരിശുദ്ധ അമ്മ അവള് ആരെയും ഒറ്റയ്ക്ക് വിടാത്തത് കൊണ്ട്, അവൾ ഒറ്റയ്ക്കും പോവാത്തത് കൊണ്ട് അവക്കുള്ള പേരാണ് ഏറ്റവും ധീരയായ സ്ത്രീ. ആളെടുത്തിട്ടില്ല, ഒരിക്കലും ആരുടെങ്കിലും തർക്കിക്കാൻ പോയിട്ടില്ല, മറ്റുള്ളവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പോയിട്ടില്ല. പക്ഷെ അവൾക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ധൈര്യവാ. അവസാനം വരെ ഏത് തകരുന്നവന്റെ കൂടത്തിലും അവന്റെ മാറിലും ചേർന്ന് നിൽക്കാൻ. അതുകൊണ്ട് അവൾ കുരിശിന്റെ കീഴിൽ ആദ്യത്തെ പെണ്ണായിട്ട് വന്നത്. എത്ര പുരുഷന്മാരുണ്ടായിരുന്നു, പട്ടാളക്കാർ പോലും ധൈര്യത്തോടെയല്ല അങ്ങോട്ട് എടുക്കുന്നത്. കാരണം ഓരോന്ന് ചെയ്യുമ്പോൾ അവരുടെ ചങ്കിടിപ്പ. അമ്മയ്ക്ക് മാത്രം ചങ്കിടിപ്പില്ല. അവളെ പറ്റി ദേവാലയത്തിൽ ഈശോയെ കാഴ്ചവെക്കാൻ വന്നപ്പോഴത്തേക്കും അവിടെ പറയുന്നൊരു വാക്കുണ്ട്, വചനമുണ്ട്. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. നമ്മൾ 7 വ്യാകുലങ്ങൾ എന്ന് പറയുന്നു പരിശുദ്ധ അമ്മയുടെ, പക്ഷെ അത് അവരുടെ 7 ഭാഗ്യങ്ങളായിരുന്നു. നമുക്ക് അതുപോലെ ഭാഗ്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നാൽ ഈ അവസാനത്തെ 3 എണ്ണം, ഈ 3 കാര്യം, വിവേകമുണ്ട്, അതുപോലെ തന്നെ കഠിനാധ്വാനമുണ്ട്, ജീവിതത്തിന്റെ ധൈര്യം, ഇത് 3ഉം കൂടെ കൂടുന്നതാണ് സഹോദരങ്ങളെ ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അത് പൂർണ്ണതയിൽ ജീവിച്ചതുകൊണ്ടാണ് അവൾക്ക് ഈ ഭൂമിയിലല്ല ഇടം, അവളുടെ ഇടം സ്വർഗത്തിലെ പിതാവിന്റെ മടിയിലാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പം ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക, അമ്മയുടെ മടിയിലിരിക്കാനുള്ളൊരു ഭാഗ്യം മകളായിട്ടെങ്കിലും മകനായിട്ടെങ്കിലും എനിക്ക് തരണമേ. പലപ്പോഴും നമ്മൾ വഴിയെ പോകുന്ന ഓരോരുത്തരെ പോലെയാണ്. കുർബാനയ്ക്ക് വല്ലപ്പോഴും നമ്മൾ കടന്നു തീർക്കാൻ വേണ്ടി വരുന്നു. ആ പരിശുദ്ധ അമ്മയുടെ ഈ 3 ഗുണങ്ങൾ എനിക്ക് വളരാനായിട്ടും ആ ഗുണങ്ങളിലൂടെ എനിക്ക് പിതാവിന്റെ മടിയിലെത്താനായിട്ടും വേറൊരു കുറുക്കുവഴി ഇല്ല സഹോദരങ്ങളെ. വിശുദ്ധ കുർബാന ഇതാ ത്യജിക്കലിന്റെയും കൂടെ നിർത്തലിന്റെയും അധ്വാനത്തിന്റെയാ. മുറിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേദനയുള്ള കാര്യമാണ്. സഭാജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കണ്ടും കേട്ടും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള പോലെ പോകാൻ പറയുന്നതല്ല, ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിറ്റിയാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഏറ്റവും അവസാനം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
പരിശുദ്ധ അമ്മയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എളിമയുടെ വഴിയാണ്. എളിമയുള്ളിടത്ത് ഈ 3 എണ്ണേ ഉള്ളൂ. കാരണം നമ്മൾ ആദ്യം നമ്മളെപ്പറ്റി മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത് എളിമപ്പെടുമ്പോഴാണ്, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് എളിമപ്പെടുമ്പോഴാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു നമുക്കൊന്നും ഇല്ലെന്ന് തോന്നുമ്പോഴാണ് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ വിവേകത്തോടുകൂടി, കഠിനാധ്വാനിയായിട്ട്, ധൈര്യത്തോടുകൂടി, എളിമയോടുകൂടി ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആ ജീവിതം എന്നെ പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയുടെ മടിയിലെത്തിക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിഘോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ മേലധീശനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, രക്ഷാകര കർമ്മത്തിൽ നിന്നോടടുത്ത് സഹകരിക്കുകയും മഹത്വം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ദൈവേഷ്ടം നിർവഹിക്കുന്നതിനും നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും കൃപ ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധ കന്യാമറിയത്തെ നിന്റെ മഹത്വപൂർണ്ണതയിൽ ശാരീരമായിട്ടും കൂടെ പങ്കുചേർത്ത കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച കന്യാമാതാവിന്റെ ശരീരത്തെ മഹത്വപ്പെടുത്തിയ കർത്താവേ, ദൈവാത്മാവിന്റെ സജീവാലമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കൃപ നൽകിയ കർത്താവേ, പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥയാൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്നവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെ ശ്വാസ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാപൂർണയുമായ മാതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗാരൂപതയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്പനെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ കഠിനമായ പീഡനം അനുഭവിച്ചു വീണ്ടെടുത്ത കച്ചകണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു.
ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വരുവിൻ, ശ്രവിക്കുവിൻ, ഞാൻ നിങ്ങളോട് വിവരിച്ചു പറയാം. മരണം ദൈവത്തിൻ സുതനം കൈക്കൊണ്ടു നിർമ്മലഗാത്രത്തിൽ ദൈവകുമാരൻ കൽപ്പിച്ചു മാനവരോടായി പ്രിയമേറും തന്നോട് ജനനീ ഗാത്രത്തെ വിണ്ണിൽ കൃപയിലുയർത്തിടുവാൻ തിരുജനനീ സ്വർഗാരോപിതയായി. നാഥനും അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം
വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം പാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സ്രഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹാട സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹാട കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ നശിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശയപ്പെടുന്നു.
പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബിന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാൻ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ദൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാനാഖമാരുടെ 10,000ങ്ങളും മഹോന്നതരായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോസാന, ദാവീദിൻ സുതനോസാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോസാന, ഓസാന.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്റെ ശൂന്യനാക്കി ദാസന രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മിത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷ പിതാവുമായ മാർ യവ്സേം മിത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങനെ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ ഞങ്ങളെല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യ പെരുമണത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നിലയുടെ എനിക്കറിയാവുന്നതും പറഞ്ഞുകൂടാത്തതുമായ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിനക്ക് സ്തുതിയും നിന്റെ തിരുനാമത്തിന് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനിത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയ ശരീരവും അമൂല്യ രക്തവും ഹൃദയ ഐക്യത്തോടെ നമുക്ക് സ്വീകരിക്കാം. എന്തെന്നാൽ നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും നാം വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നു. മാലാഖമാരോടുകൂടി അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കുക ഉചിതമാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു, കന്യകമാർ നിന്നെ വാഴ്ത്തുന്നു. എന്തെന്നാൽ നിന്റെ സ്വർഗാരോപണം സ്വർഗത്തെ സന്തോഷിപ്പിക്കുകയും ഭൂമിയെ ആനന്ദിപ്പിക്കുകയും ചെയ്തു. സഹോദരരുടെ വരുവിൻ, നമുക്ക് മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാം.
ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയേ, തൂവെണ്മയേറും ഓസ്തിയായി എന്നിൽ ജീവനേകുന്ന ദൈവമേ, ദിവ്യകാരുണ്യ രൂപമേ, ബാബാ ഈശോനാഥ, ഇന്നെൻ്റെ ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയേ, തൂവെണ്മയേറും ഓസ്തിയായി എന്നിൽ ജീവനേകുന്ന ദൈവമേ, ദിവ്യകാരുണ്യ രൂപമേ, ബാബാ ഈശോനാഥ, ബാബാ ജീവനാഥ, കാരുണ്യത്തിൻ തെന്നലായി എന്നിൽ വന്നു നിറയൂ. കുഞ്ഞിളം നാളിൽ അമ്മയിൻ കാതിൽ ഈശോതൻ നാമം കേൾപ്പിച്ചു. കുഞ്ഞിളം നാളിൽ അമ്മയിൻ കാതിൽ ഈശോതൻ നാമം കേൾപ്പിച്ചു. കുഞ്ഞിക്കൈ കൊണ്ടു സ്തുതിയേകും നേരം ഈശോയെ തൊട്ടെന്നോർത്തു ഞാൻ. കുഞ്ഞിക്കൈ കൊണ്ടു സ്തുതിയേകും നേരം ഈശോയെ തൊട്ടെന്നോർത്തു ഞാൻ. സ്വർഗ സൗഭാഗ്യം നേടി ഞാൻ, ബാബാ ഈശോനാഥ, ബാബാ ജീവനാഥ, കാരുണ്യത്തിൻ തെന്നലായി എന്നിൽ വന്നു നിറയൂ. ബാബാ ഈശോനാഥ, ബാബാ ജീവനാഥ, കാരുണ്യത്തിൻ തെന്നലായി എന്നിൽ വന്നു നിറയൂ. ഇന്നെൻ്റെ ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയേ, തൂവെണ്മയേറും ഓസ്തിയായി എന്നിൽ ജീവനേകുന്ന ദൈവമേ, ദിവ്യകാരുണ്യ രൂപമേ, ബാബാ ഈശോനാഥ, ബാബാ ജീവനാഥ, കാരുണ്യത്തിൻ തെന്നലായി എന്നിൽ വന്നു നിറയൂ. ബാബാ ഈശോനാഥ, ബാബാ ജീവനാഥ, കാരുണ്യത്തിൻ തെന്നലായി എന്നിൽ വന്നു നിറയൂ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി, നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങളെ നല്ല കളനോടും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും ഒന്നിച്ച് പരദീസായി നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. സകലത്തിനെ നാഥ എന്നേക്കുവാമേൻ. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പൊറുതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സൽഫലങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ
പ്രത്യാഗമനം കാണുവാനിടവരട്ടെ. നിന്നെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങൾ ഏവരുടെയും യാചനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവിതാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയിർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണീയമായ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സമന്വിതയായി കന്യകയാകും മറിയത്തെ സ്വർഗാരോപിതയാക്കുകയായി വാഴ്ത്താൻ അഖില മഹേശ്വരനെ. ഉത്ഥാനത്തിൻ മഹിമയതിൽ താതൻ ചേർത്തൊരു മറിയത്തെ മർത്യകുലത്തിനു മാതാവായി നൽകിയ സുതനെ വാഴ്ത്തിടാം. സ്വർഗാരോപിത മാതാവിൻ പ്രാർത്ഥനയാലെ ആത്മാവിൻ സ്വർഗാനന്ദം പകരട്ടെ. ദൈവം കരുണയോടെന്നെന്നും രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ
സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. സ്വർഗീയ ഭവനത്തിൽ ഞങ്ങൾക്കായി വാസസ്ഥലങ്ങൾ ഒരുക്കുന്ന കർത്താവായ യേശു മിശിഹായെ, ഞങ്ങളോടുകൂടെ വസിക്കുവാൻ തിരുമനസ്സായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമലോത്ഭവയായ പരിശുദ്ധ അമ്മേ, നിന്റെ പുത്രനായ മിശിഹായുടെ മാർഗത്തിൽ എന്നും ചരിക്കുന്നതിനും അവസാനം സ്വർഗത്തിൽ നിന്നോടൊപ്പം ത്രിയേക ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജന്മഭാവമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയമേ, നിന്റെ അമലോത്ഭവത്തിന്റെ സ്തുതിക്കായി സ്ഥാപിതമായിരിക്കുന്ന പാറയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്റെ മാധ്യസ്ഥം തേടി വീഴുന്ന മക്കൾക്ക് നീ തുണയായിരിക്കണമേ. അവരുടെ അപേക്ഷകളും ആവശ്യങ്ങളും നിന്റെ തിരുക്കുമാരന്റെ മുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തീർത്ഥാടന കേന്ദ്ര നവീകരണവുമായുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും സഫലമാക്കണമേ. ഇവ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്നേഹരാഗം വീട്ടിടം മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ, സ്നേഹമാം പ്രശോഭവിതം താരമാണു നീ, സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ, നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിന്നിരുസന്നിധി, നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിന്നിരുസന്നിധി. എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർക്കു സ്വർഗലോക വാതിലാണു നീ, എഴുതിയാ
വാനവർ